ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് മീഷോ പ്രൊഡക്റ്റുമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാ ഈ ഒരു കണ്ടെയ്നറാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളറിൽ വരുന്ന നല്ലൊരു കണ്ടെയ്നറാണ്. പിന്നെ സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട്. അതുപോലെ ഇതിൻ്റെ ലിഡ് കണ്ടാൽ വുഡാന്ന് തോന്നുന്നുണ്ടെങ്കിലും വുഡല്ല കേട്ടോ, അതും സ്റ്റീൽ തന്നെയാണ്. സ്റ്റീലിൽ ഇതുപോലെ വുഡിൻ്റെ പ്രിൻ്റ് കൊടുത്തിട്ട് ഒരു കോട്ടിങ് അതുപോലെ കൊടുത്തിട്ട് ചെയ്തതാണ്. ലിഡ് നല്ല എയർ ടൈറ്റ് ഒക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിത് കിച്ചണിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഒരു രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ ഒരൊറ്റ എണ്ണ കേട്ടോ. ഈ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 173 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ 154 രൂപ ഏതാണ്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലാണ് മെറ്റീരിയൽ എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലല്ല കേട്ടോ. വെയിറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ. ഞാൻ അത്ര തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യണില്ല. അത്ര സൂപ്പർ പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാണാൻ ഭംഗിയുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാൽ നല്ല ക്വാളിറ്റിയും ഇല്ല കേട്ടോ. 173 രൂപക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഹാങ്ങറാണ് കേട്ടോ. ഇത് നമുക്ക് ബാത്റൂമിലും അതുപോലെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ഹാങ്ങറാണ്. നമുക്ക് ടിഷ്യൂസ് അതല്ലെങ്കിൽ ബാത്ത് ടവൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയുള്ള ഒരു ഹാങ്ങറാണ് കേട്ടോ. രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിനിഷിങ്ങിലൊക്കെ വരുന്ന നല്ല അടിപൊളി രണ്ട് ഹാങ്ങേഴ്സാണ്. ഇതിൻ്റെ കൂടെ അതുപോലുള്ള ഹുക്കും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ള ഹുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാളൊന്നും ചീത്താവാതെ തന്നെ നമുക്കിത് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് 141 രൂപയായിരുന്നു കേട്ടോ. ഈ രണ്ടെണ്ണത്തിന് ഇപ്പോൾ 120 രൂപയുള്ളൂ. പ്രൈസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. 120 രൂപക്കൊക്കെ എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പ്ലേറ്റ് ഹോൾഡറാണ് കേട്ടോ. വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി പ്ലേറ്റ് ഹോൾഡറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റീലിൽ തന്നെയാണ് വരുന്നത്. സ്റ്റീലിൽ ഇതുപോലെ വൈറ്റ് കോട്ടിങ്ങോ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായുള്ള പ്ലേറ്റ് ഹോൾഡറാണ്. ഇതിപ്പോൾ നമുക്ക് സാധാരണ ഒരു കൗണ്ടർ ടോപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയൊരു പ്ലേറ്റ് ഹോൾഡറാണ് കേട്ടോ. ഇതുപോലെ 5 ഗ്യാപ്പാണ് കേട്ടോ ഇതിലുള്ളത്. ഇങ്ങനെ 5 പ്ലേറ്റ് വെക്കാം. 5 പ്ലേറ്റ് അല്ല, അതിൽ കൂടുതൽ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയാതെ നല്ല വിടുത്തുണ്ട് കേട്ടോ. ഓരോ ഈ ഹോൾഡറിൽ ഇങ്ങനെ ഓരോ വെക്കുന്ന സംഭവത്തിനും നല്ല വിടുത്തുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പ്ലേറ്റ് വലിയ പ്ലേറ്റൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഇതിന് പ്രൈസ് വന്നിട്ട് 174 രൂപയായിരുന്നു കേട്ടോ. 174 രൂപക്കൊക്കെ എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. കൗണ്ടർ ടോപ്പിലും ടേബിളിലൊക്കെ വെച്ചാൽ നല്ല വൃത്തിയിലിരിക്കും കേട്ടോ. അതുപോലെ ഒന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ഷൂ റാക്കാണ്. ഷൂ റാക്ക് ചെറിയൊരു ഷൂ റാക്കാണ്. 4 ടയറായിട്ട് വരുന്ന ടയേഴ്സിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഷൂ റാക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒരു വലിയൊരു ഷൂ റാക്ക് കാണിച്ചില്ലേ ഞാൻ. അപ്പം ഇത് അതിൻ്റെ നേരെ ചെറുതായിട്ട് വരും. 4 ടയറിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ഷൂ ഒന്നും നമുക്കിങ്ങനെ നിരത്തി വെക്കാൻ കഴിയില്ല. ഒരു ടയറിൽ നമുക്ക് ഒരു 3 4 ചപ്പൽസോ ഷൂസൊക്കെ വെക്കാം, അത്ര കേട്ടോ. അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 174 രൂപയുള്ളൂ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. 174 രൂപക്കൊക്കെ ഇതുപോലെ ഒരു ഷൂ റാക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് അടിപൊളിയാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുന്നത്തെ വീഡിയോയിലോട്ട് കാണിച്ചില്ലേത് ഈ ഒരു വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം, പേര് മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞില്ലേ യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാമെന്ന്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും തോന്നിയില്ല കേട്ടോ. ഉപകാരം തോന്നില്ല എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊടുങ്ങലൊക്കെ സാധാ പോലെ തന്നെ വാഷിംഗ് മെഷീനിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിട്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പണി കൂടുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പോക്കറ്റുകളിലും അങ്ങനെ കുട്ടികളെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് കുടുങ്ങി കിടന്നിട്ട് അത് എടുത്ത് മാറ്റേണ്ട ഒരു പണിയും കൂടി നമുക്ക് കൂടുതൽ കിട്ടാണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് ക്ലീൻ ആവുന്ന അവർ പറയുന്നുണ്ട്. അതും എനിക്ക് വലിയ തോന്നുന്നില്ല കേട്ടോ. ഇത് ഇട്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊരു അധികം ക്ലീൻ ആവണമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനുഭവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും